പല പേഷ്യൻസും നമ്മളോട് ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഡോക്ടർ ഞാനൊരു ടോക്സിക് റിലേഷൻഷിപ്പിലാണോ, എനിക്കൊരു ടോക്സിക് ബോണ്ടാണോ ഉള്ളത് എന്നുള്ളത്. എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം നമ്മളൊരു ടോക്സിക് റിലേഷൻഷിപ്പിലാണോ ഉള്ളത് എന്ന്? ഒരു പാർട്ട്ണർ നമ്മളെ വല്ലാതെ അടിമപ്പെടുത്തുകയും നമ്മളുടെ യാതൊരുവിധ അഭിപ്രായങ്ങൾക്കും വില കൽപ്പിക്കാതെ അത് അവഗണിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാവുക. ഇത് മനസ്സിലാക്കിയിട്ടും നമുക്ക് ഇതിൽ നിന്ന് പുറത്ത് കടക്കാൻ ഭയമുണ്ടാവുക, അല്ലെങ്കിൽ പുറത്ത് കടക്കാൻ സാധിക്കാത്ത രീതിയിൽ തെറ്റ് ചെയ്തിട്ട് ഹേർട്ട് ചെയ്തതിന് ശേഷം വീണ്ടും വീണ്ടും അപ്പോളജൈസ് ചെയ്യുക. വളരെ ടെമ്പററി ആയിട്ട് കുറച്ച് നാളത്തേക്ക് സമാധാനമായിട്ട് റിലേഷൻഷിപ്പ് പോകും, വീണ്ടും ഇത് തന്നെ ഒരു സൈക്കിൾ പോലെ തുടർന്നുകൊണ്ടിരിക്കുകയും അതേപോലെ ഫിസിക്കലിയും മെൻ്റലിയും ഒക്കെ നിങ്ങൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്ത് പോയത് കൊണ്ട് റിലേഷൻഷിപ്പിൽ ഇതിൽ നിന്ന് പുറത്ത് കടക്കാൻ നമുക്ക് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാക്കി അതിൽ പെട്ട് കിടക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിൽ വരുമ്പോഴാണ് നമ്മൾ അതിനൊരു ടോക്സിക് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. എങ്ങനെയാണ് നമുക്കൊരു ടോക്സിക് റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്ത് കടക്കാൻ സാധിക്കുക? ഫസ്റ്റ് സ്റ്റെപ്പ്, സെൽഫ് അവെയർ ആവുക. ഈ ബന്ധം എനിക്ക് ടോക്സിക് ആണ്, എനിക്കിത് ശരിയാവുന്നില്ല എന്ന് മനസ്സിലാക്കുക. രണ്ടാമത്, അസേർട്ടീവ് ആകുക. നമ്മുടെ ബേസിക് റൈറ്റ്സ് മനസ്സിലാക്കി ഇതിൽ നിന്ന് എനിക്ക് പുറത്ത് കടക്കണം എന്നുള്ളതിന് ഒരു പൂർണ്ണമായിട്ടുള്ളൊരു തീരുമാനമെടുത്ത് മുന്നോട്ട് നീങ്ങുക. ബൗണ്ടറീസ് സെറ്റ് ചെയ്യുക. ഓപ്പണായിട്ട് ധൈര്യത്തോടു കൂടി നമ്മുടെ പ്രശ്നങ്ങളെ പറ്റിയിട്ട് പാർട്ട്ണറിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അതിനൊരു പക്ഷേ ഒരു പ്രൊഫഷണൽ ഹെൽപ്പിൻ്റെ ആവശ്യം വേണ്ടി വരും. അങ്ങനെ അത് നമുക്ക് തുടർന്ന് പോകാൻ പറ്റാത്ത ബന്ധമാകുമ്പോൾ അത് ബ്രേക്ക് ചെയ്ത് പുറത്തേക്ക് വരിക. അതിനുശേഷം കംപ്ലീറ്റ് ഗോയിങ് നോ കോണ്ടാക്ട്, 100% ആ വ്യക്തിയായിട്ടോ ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടവരായിട്ടോ യാതൊരു രീതിയിലുള്ള കോണ്ടാക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാതിരിക്കുക. നമ്മൾ ആ റിലേഷൻഷിപ്പിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്ന എനർജിയും ടൈമും എല്ലാം റീഡയറക്റ്റ് ചെയ്ത് നമ്മളുടെ സെൽഫ് എംപവർമെൻറ്റിനും ഒരു സെൽഫ് ഫോക്കസിങ്ങിനും വേണ്ടിയിട്ട് ചെലവഴിക്കുക. അതേപോലെ തന്നെ നമുക്ക് റിലൈ ചെയ്യാനോ ഡിപ്പെൻഡ് ചെയ്യാനോ വേണ്ടിയിട്ട് ഒരു സോഷ്യൽ സപ്പോർട്ട് സിസ്റ്റം ഉണ്ടെങ്കിൽ അത് റിലൈ ചെയ്യുക, അല്ലെങ്കിൽ അത് അങ്ങനത്തെ ഒരു സോഷ്യൽ സപ്പോർട്ട് സിസ്റ്റം നമ്മൾ റീക്രിയേറ്റ് ചെയ്ത് അവരുമായിട്ട് കൂടുതൽ സമയം ചെലവഴിക്കാനും ബന്ധപ്പെടാനും ശ്രദ്ധിക്കുക. ഈ സ്റ്റെപ്സിലൂടെ നമുക്ക് ഒരു ടോക്സിക് റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ സാധിക്കും.